कोई हमदम न रहा कोई रे साग न रहा को കോച്ചെത്തി. കോച്ചല്ല കോച്ച്. നമ്മുടെ അനുപമയുടെ ആദ്യത്തെ ലൈൻ മുഖാമുഖം കണ്ടാൽ ഇവിടെ ഇട്ട് വെട്ടിക്കൊല്ലും ഞാൻ. ഈ തറവാട്ട് മുറ്റത്ത് രക്തം വീഴണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. എടാ നീ കാര്യം പറ. ഇത് കോച്ചിങ് ഒന്നുമല്ല, നമ്മുടെ വിക്കറ്റ് ഡോക്ടർ അല്ലേ? ഞാൻ ഡോക്ടറും പുണ്ണാക്കൊന്നുമല്ല. നിങ്ങളൊക്കെ ആരാ? ഇത് മുത്തശ്ശൻ, ഇത് അനന്തൻ, ബാലൻ, ഞാൻ ലാലൻ. കാലനോ? കാലനല്ല ലാലൻ. നിങ്ങള്? ഞാൻ സേനൻ, ചന്ദ്രസേനൻ. ഉടക്കാൻ വന്നിരിക്കുക. മാപ്പ്. എനിക്ക് ഈ വീട്ടിലെ പെൺകുട്ടി ഒന്ന് കാണായിരുന്നല്ലോ. എന്തിന്? കാര്യം അറിയാലോ, പിന്നെ എന്തിനാന്നൊക്കെ ചോദിക്കുന്നത്. വിളിക്കണം. അവനാണെ തട്ടിയോ? തട്ടാൻ വന്നല്ല, തട്ടിക്കൊണ്ടു പോകാൻ വന്ന. അനുപമേ, അനുപമ, അനുപമ, അനുപമ. ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ അവൻ എത്തി. നമ്മുടെ ഗോവൻ ഹീറോ, ഞാൻ ഉണ്ടാക്കിയ കെട്ടുകഥയിലെ നായകൻ. അവൻ അനുപമയെ കാണുന്നത് വാശി പിടിക്കുന്നു. എനിക്ക് വയ്യ. അയ്യോ തളരരുത്, അയാൾ എതിർത്ത് നിൽക്കണം. അവന്റെ ഫ്യൂസ് വരണം, എങ്കിലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. അയ്യോ പ്ലീസ്. രഹസ്യമായിട്ട് നടന്ന കാര്യം പരസ്യമായ സ്ഥിതിക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കാനാണ് ഞാൻ വന്നത്. സഹകരിക്കണം കേട്ടോ. നമസ്കാരം. നമസ്കാരം. എന്നോടല്ലോ നമസ്കാരം കേട്ടോ. ഇതാരാ? നിങ്ങളെ പരിചയമില്ലേ? ഇതാണ് അനുപമ. അനുപമ, ഞാൻ ആ പേരെ ഓർത്തോണ്ടിരുന്നത്. അന്ന് പിന്നെ പേരും നാളൊന്നും ചോദിക്കാൻ സമയം കിട്ടിയില്ലല്ലോ. പിന്നെ പാന്റും കോട്ടൊക്കെ ഇട്ടപ്പോ ആളെ മനസ്സിലായില്ല. അന്ന് വേഷം ഇതായിരുന്നില്ലല്ലോ. അയ്യേ സോറി ട്ടോ, എന്നെ മനസ്സിലായല്ലോ. നിങ്ങളെ അത്ര വേഗം മറക്കാൻ പറ്റില്ലല്ലോ. ഒരിക്കലും പറ്റില്ല. തെറ്റാണ് ഞാൻ ചെയ്തത്. ഒരു പെണ്ണിന് ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത തെറ്റ്, ഒരു സ്ത്രീയോടൊരു പുരുഷൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ്. എന്തായാലും തെറ്റ് തന്നെയാണ് ഞാൻ ചെയ്തത്. എനിക്കൊന്ന് കേൾക്കണം. ഗോവയിൽ വെച്ച് ദുരുദ്ദേശത്തോടു കൂടി ഞാൻ പരിചയപ്പെട്ട തെറ്റ്, ഐസ്ക്രീമിനകത്ത് മയക്കുപൊടി കലക്കി തന്ന തെറ്റ്, അതിനുശേഷം നടന്നത് തെറ്റ്, അവളുടെ വിലപ്പെട്ടതെല്ലാം ഞാൻ കവർന്നെടുത്ത തെറ്റല്ലേ? എന്തോ കവർന്നെടുത്തോന്നാ പറയുന്നേ? ഈ കേട്ടത് സത്യമാണോ? ഇയാൾ ഇതുവരെ പറഞ്ഞതൊക്കെ തെറ്റാണ്. സമ്മതിച്ചു. അതുകൊണ്ട് എനിക്ക് പ്രായച്ചിത്തം ചെയ്യണം. എന്ത് പ്രായച്ചിത്തം? അത്രയ്ക്ക് നിർബന്ധമാണ്. ഇയാൾ മൊട്ടയടിച്ച് കാശിക്ക് പോകാം. അതിലും വലിയ പുണ്യമാണ് ഞാൻ ചെയ്യാൻ പോണത്. എന്ത്? ഈ കുട്ടിയെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാ. ഞാൻ സമ്മതിക്കില്ല. അതെന്താ? നിങ്ങൾ തമ്മിൽ മാച്ച് അല്ല. ആര് പറഞ്ഞു? ഞങ്ങൾ മാച്ച് അല്ലേ? അല്ല. ഹലോ, ഞങ്ങൾ തമ്മിൽ മാച്ച് അല്ലേ? നല്ല മാച്ച് കേട്ടല്ലോ. മാച്ച് അല്ല, ഒട്ടും മാച്ച് അല്ല. ഇപ്പൊ നല്ല മാച്ച്. എനിക്ക് നിങ്ങൾ ഇഷ്ടമല്ല. എന്റെ കുട്ടിക്ക് സംഭവിച്ച ദുരന്തം കേട്ടപ്പോ ഞാൻ നിന്റെ വീട്ടിൽ വന്ന് കാല് പിടിച്ചെങ്കിലും പിന്നീട് ചിന്തിച്ചപ്പോ നിന്നെപ്പോൾ ഒരു ആഭാസൻ എന്റെ കുട്ടിയെ ഏൽപ്പിക്കുന്നതിലും ഭേദം അവളെ അങ്ങോട്ട് കൊന്നു കളയുന്നതാ. ഇറങ്ങി പോടാ എന്ന് പറഞ്ഞാൽ എങ്ങനെ വെറും കൈയോടെ ഇറങ്ങി പോകാൻ പറ്റുമോ? പിന്നെന്താ, ചെയ്ത തെറ്റിന് പ്രതിഫലം. ഇതെന്റെ അവകാശമാ. ഞാൻ പിഴപ്പിച്ച പെണ്ണിന് എനിക്ക് എന്നെ വേണം. ഈ ജീവിതത്തിൽ എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ അത് നീയുമായിട്ടായിരിക്കും. ನಿಜ ಏನಂದ ನನಗೆ ನಿಮಗೆ ಗೊತ್ತು. ನಿನ್ನೆತ್ರ ಇದಕ್ಕೆ ಪ್ರತಿಕಾರ ಮಾಡಿಬಿಟ್ಟೆ ನಾನಿല്ലെಂದು ಹೋಗಿರೋದು. ನಾವು ಇನ್ನ ಬರ್ತೆ. ജാഗ്രത. ഇതെന്നാടാ? കന്നഡ. അവൾക്ക് മനസ്സിലാവും. കന്നഡ. മാവ് കാണുമ്പോഴാണ് കൊറേ കാലായി നമ്മളങ്ങനെ നടത്തി കൊതിപ്പിക്കണേ. എന്തായാലും എന്റെ മോനെ ഇന്ന് ഞാൻ ഉറപ്പിക്കും. അതിനാണ് ഇന്നത്തെ വരവ്. അല്ല ഒന്നും കൂടി വാ. വക്കീലില്ല ഇവിടെ? വക്കീലിനെ വരെ അന്വേഷിക്കില്ല എന്റെ പണി. എന്താത്ര ചൂട്? എന്താ പറഞ്ഞേ? അല്ല ഇന്ന് എന്താത്ര ചൂട് എന്ന് ചോദിക്കായിരുന്നു. വക്കീലേ, ഇന്ന് രണ്ടാലൊന്ന് അറിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. എന്താ പറഞ്ഞ? നാട്ടിൽ വേറെ മാവില്ലാഞ്ഞിട്ടല്ല ഞാനിവിടെ ഇങ്ങനെ കയറി ഇറങ്ങണേ. കഴിഞ്ഞ മാസം ഞാനൊരു സ്വപ്നം കണ്ട് ഈ മാവ് പറഞ്ഞു വീണ്ടും നിങ്ങൾ മയ്യത്തായിന്ന്. പേടിപ്പിക്കാതെ കാര്യം പറയടോ. കാര്യം പറയാൻ എപ്പോ ഇവിടെ വന്നാലും ഇവിടെ ഒരു ചർച്ച അല്ലേ? ചർച്ചയും ഒരു ഒടുക്കത്തെ ഒരു ആലോചന. നാട് മുടിക്കണ മന്ത്രിമാർക്കില്ല എത്ര വലിയ ആലോചന. മാവ് മേടിക്കാൻ നടന്ന് നാട്ടുകാരിപ്പം മാമുക്കോയ എന്നുള്ള മാവും കോയെന്നാക്കി മാറ്റി. എന്നാ മാവുക്കോയ വില പറ. വില പറഞ്ഞ് കയറ്റി മാവിനിപ്പോ തേക്കിന്റെ വിലയായി. എന്നാലും ഒരു മോഹ വില 5000 രൂപ ഒറ്റയ്ക്ക് കയറ്റിക്കോളി. നിങ്ങൾ ഇവിടെ ഒന്ന് മുട്ടിക്ക്. എവിടെ? ഇതവിടെ. എന്ത്? ഇതാണ് ഉറപ്പിക്കല്. ഇനി ഇതില് വേറെ ആർക്കും കമ്മീഷൻ ഇല്ല. നിങ്ങൾ കാരണവരെ കൊണ്ട് ഒന്ന് ഒപ്പിടിച്ചായിരുന്നു. അതൊക്കെ വേണം. ഒരു അഗ്രിമെന്റ്. പ്രായമുള്ള ആൾക്കാർ താമസിക്കുന്ന വീടല്ലേ. പെട്ടെന്ന് ആരെയും തട്ടിപ്പോയത് വെട്ടിപ്പോവില്ലേ? ഇവിടുത്തെ 2 മണ്ടന്മാര് തട്ടിപ്പോയാലും ചന്ദന മുട്ടിക്കേ കത്തിക്കൂ.
എന്നാലും ഒരു ഉറപ്പിന് ഇതൊരു അഡ്വാൻസ്. എന്നാ താൻ പോയി എന്താ വെച്ചാൽ എഴുതിക്കൊണ്ടാ ഒപ്പ് പഠിച്ച അല്ല ഞാനതൊക്കെ എഴുതി ക്ലിയർ ആക്കിയിട്ടാണ് വന്നത്. പോക്കറ്റ് വെച്ചോണ്ട് നിന്നാ മതി, എനിക്ക് തരണ്ടായോ? ഒപ്പ് പഠിച്ചേരാ. ഹലോ, എന്നെ മനസ്സിലായില്ലേ? പിന്നെ ഇവിടുത്തെ അനുപമയെ നശിപ്പിച്ച ആളല്ലേ? അയ്യോ, അപ്പന്റെ ഫാനാണല്ലേ? ഏത് കറിക്കാ അരക്കുന്നത്? പുളിശ്ശേരിക്ക്. അയ്യയ്യേ, പുളിശ്ശേരിക്ക് ഇങ്ങനെയാണ് അരക്കുന്നത്. മറിക്ക് അയ്യോ. ഈ കറിക്ക് അരക്കുമ്പോഴേ ഈ ദേഹം മുഴുവൻ ഇങ്ങനെ ഗ്ലങ്ക് ചിക്കൻ ആടുന്നില്ല. കൈ മാത്രം ഇങ്ങനെ ആടിയാ പോരെ. ആരെങ്കിലും ഇവിടെ? ഞാനാ സേനൻ. എപ്പോ വന്നു? ദാ ഇപ്പൊ വന്നുള്ളൂ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളല്ലേ വിശേഷം ഉണ്ടാക്കണ ആള്. ഏതോ ഒരു ശപിക്കപ്പെട്ട നിമിഷത്തിൽ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയി. ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ. നല്ല ചൊണയുള്ള ആമ്പിള്ളേര് ഇതിലപ്പുറവും ചെയ്യും. സൂക്ഷിക്കേണ്ടത് പെമ്പിള്ളേര്. അത് തന്നെ. ഇവിടുത്തെ പെണ്ണിന്റെ അഹങ്കാരത്തിന് കിട്ടിയ ശിക്ഷയായത്. സത്യത്തിൽ ഞങ്ങളൊക്കെ നിങ്ങളുടെ ആരാധകരാ. പിന്നെ പെണ്ണിന്റെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? തലകറക്കോ വല്ലതും? ഐ, പച്ചമാങ്ങയും പുളിയൊക്കെ ചോദിച്ചു കാണുമല്ലോ. ഐ, ഛർദല്? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഈ സമയത്ത് പൂക്കുലാതി ലേഹ്യം വളരെ നല്ലതാ. ഈ ജീപ്പ് എടോ വക്കീലേ, ഇത് ആരുടെ ജീപ്പാ? മഹേന്ദ്ര കമ്പനിയുടെ ആണെന്ന് തോന്നുന്നു. ഇതിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് ഞാൻ എൻക്വയറി ചെയ്തിട്ട് വരാം. വരൂ, അല്ലെ വരണ്ട. അരപ്പ് മതിയായോ നോക്കി. അയ്യോ, സോറി. ഇതാരത്? രാജാപ്പാട്ട് രംഗവരെയോ കൊടുകൈ? നിനക്കൂടെ എന്താ കാര്യം? ഞാനേ ഈ അരപ്പിനൊന്ന് ഹെൽപ്പ് ചെയ്യേ. ഹെൽപ്പ് ചെയ്യാൻ താനാര്? മിക്സി? അല്ലല്ല, ഗ്രൈൻഡർ. എന്താ മുളക് നിന്നോട് ഈ പടി ചവിട്ടരുതെന്ന് പറഞ്ഞിട്ടില്ലേ? പടി ചവിട്ടി അല്ലല്ലോ, ഞാൻ ജീപ്പിലാണല്ലോ അങ്ങോട്ട് വന്നത്. അരപ്പ് മതിയെങ്കിൽ നിങ്ങളുടെ കോരി അയ്യോ, എടീ, കേറി പോകത്ത്. ഇവനൊന്നും നോക്കിയാ നീ എല്ലാം നശിച്ചു പോകും. ചുമ്മാ ഇറങ്ങി പോടാ വെളിയില്. ഇല്ലെങ്കി ഇല്ലെന്ന് കൊന്നുകളയും ഞാൻ. എന്തോ കൊല്ലണോ? വേണോ? കൊല്ലം കത്തി വേണോ? വേണോ? തനിക്ക് വേണോടോ? ഇപ്പൊ ഞാൻ ഇവിടെ വന്നത് എന്തിനാണെന്നറിയാമോ? ഈ മാവുകളൊക്കെ ഞാൻ വാങ്ങിയിരിക്കുക. മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ വന്നിരിക്കുകയാണല്ലേ? ഇനി എത്ര ആഗ്രഹിച്ചാലും തനിക്ക് മാവ് കിട്ടാൻ പോകുന്നില്ല. ഇതൊക്കെ വിറ്റുപോയി. സോറി. ഓഹോ, പോയാ മാവ് തർക്കം വേണ്ട വക്കീലേ. ഈ മാവൊക്കെ പൊന്നും വിലകൊടുത്ത് നമ്മൾ മേടിച്ച ഈ സാറിന് വേണ്ടി. പോക്കറ്റം പറയരുത്. എന്റെ പണിക്കാരനാ. ഞാനൊരു മാവ് കച്ചവടക്കാരനൊന്നുമല്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. എന്നാലും ഒരു രസം. ഇത് വെച്ച് ഞാനൊരു പണിയും മക്കളെ. ഈ പണി പാളും മക്കളെ. തൽക്കാലം ഞങ്ങൾ ഈ മാവുകൾ വിൽക്കുന്നില്ല. അഡ്വാൻസ് മേടിച്ചിട്ട് വാക്ക് മാറ്റി പറഞ്ഞാലുണ്ടല്ലോ. ആ വാക്ക് ഞങ്ങൾ മാറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പിന്നെ തല മാറ്റാൻ പറ്റുമോ? വാക്കല്ലേ മാറ്റാൻ പറ്റൂ. വാക്ക് മാറ്റിയ നാക്ക് കാണില്ല. അയ്യോ, എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. കാരണം ഒരു പ്രശ്നത മാവ് തന്നെ. ഞാൻ ആഗ്രഹിച്ച മുതലായത് അതല്ല ഇതും കൊണ്ടേ ഞാൻ പോകൂ. അതിനു മുമ്പ് തന്നെ പോലീസുകാർ. അതുകൊണ്ടല്ലേ ഞാൻ എഗ്രിമെന്റ് ഒപ്പിടിച്ച് വാങ്ങിച്ചത്. ഏത് എഗ്രിമെന്റ്? ഇതാ ഈ അഗ്രിമെന്റ് വായിച്ചു കൊടു സേന. അപ്പൊ എല്ലാരും ശ്രദ്ധിച്ചു കേട്ടോളൂ. 2004 ജൂൺ മാസം 26-ാം തീയതി ശനിയാഴ്ച ദിവസം മേനോൻ മഠത്തിലെ പരേതനായ രാഘവൻ നായരുടെ മകൻ അച്യുതൻ നായരും, അതായത് ഈ ചങ്ങാതി, അടയ്ക്കാപ്പറമ്പിലെ കേശവൻ നായരുടെ മകൻ ചന്ദ്രസേനും, അതായത് ഞാൻ, ചേർന്നുണ്ടാക്കിയ തടിവിൽപ്പന കരാർ. മഠത്തിന്റെ വടക്കിഴക്കേ മൂലയിലുള്ള 4 മാവ് 23,500 രൂപയ്ക്ക് രണ്ടാം കക്ഷിക്ക് താഴെ പറയുന്ന പ്രകാരം തീർു കൊടുത്തിരിക്കുന്നു. കഴുത്തറപ്പം വിലയായി പോയില്ല കാരണവരെ. മേൽപ്പറഞ്ഞ മാവുകൾ 6 മാസത്തിനകം വെട്ടിക്കൊണ്ടു പോയാ മതി. മാവിന്റെ വേര് മുതൽ തല വരെ മേടിച്ചാളിന്റെ അവകാശമാണ്. തായ്വേര് വീടിന്റെ അടിത്തറ ഇളക്കുമല്ലോ വക്കീലേ. തീർന്നില്ല. മാവിന്റെ തണലിൽ വിശ്രമാവകാശം, മാവിന്റെ പൂർണ്ണ ശുശ്രൂഷാവകാശം, മാവിന്റെ അസംസ്കൃത വസ്തുക്കൾ സൂക്ഷിക്കാൻ അതിനകത്തൊരു മുറി. അപ്പൊ പിന്നെ വീട്ടിനകത്തും കേറാം. പിന്നെ കുട്ടിയുടെ മുറി ഫ്രീ ആയിരിക്കോ? കുറച്ച് മാങ്ങ പഴിപ്പിക്കാൻ വെക്കാനാ. വക്കോലിട്ട് ചാക്കിട്ട് മൂടി തീയിട്ടിട്ട് ഇങ്ങനെ. താങ്ക് യു. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എന്റെ ഇത്രയും വർഷത്തെ അഭിഭാഷക വൃത്തികടയിൽ ഇത്രയും വൃത്തികെട്ട ഒരു കരാർ ഞാൻ ആദ്യമായി കാണുകയാണ്. എന്താണോ വക്കീല് എന്ത്? ഇതൊക്കെ വായിച്ചു നോക്കാതെ ആണോ താൻ ഒപ്പിടിച്ചത്? മുത്തച്ഛ, എനിക്കൊന്നും കേൾക്കണ്ട. വേണ്ട. ഈ കരാറ് പ്രകാരം ഇനി ഒരു 6 മാസക്കാലത്തേക്ക് ഞാൻ ഈ വീടിന്റെ കോർണർ ടു കോർണർ കയറി ഇറങ്ങി കുട്ടിയുടെ ബെഡ്റൂമിലെ കട്ടിലിൽ കയറി നിരങ്ങി പൂണ്ട് വിളയാടില്ലേ ഞാൻ. അയ്യോ, ഈ സമയത്ത് ദേഹം ഇട്ടിങ്ങനെ ഒലക്കരുത്. പോയി റെസ്റ്റ് എടുക്കൂട്ടി. ഈ സമയത്ത് ഈ കുട്ടിയോട് മിണ്ടാനുള്ള അവകാശം ഈ കരാറി പറഞ്ഞിട്ടില്ല. അവകാശം ഉണ്ടല്ലോ. എങ്ങനെ? പിന്നെ വെറുതെയാണോ ഗോവയിൽ വെച്ച് ഐസ്ക്രീമിനകത്ത് മയക്കുമരുന്നിട്ട് ജങ്കും നമുക്ക് സുപ്രീം കോടതി